ബി സ്ട്രോങ് ബി ബോൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും എന്നെ അറിയാത്തവർക്കും വേണ്ടി ഞാൻ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തുന്നു. എൻ്റെ പേര് ഫെലിക്സ് ജോഷി. ഞാൻ സെൽഫ് ഡിഫൻസ് ട്രെയിനറായിട്ട് വർക്ക് ചെയ്യുകയാണ്. നിലവിൽ സ്കൂൾ കുട്ടികൾക്കാണ് ട്രെയിനിങ് നൽകുന്നത്. കഴിഞ്ഞ ഏതാണ്ട് 34 വർഷത്തോളമായിട്ട് സ്ഥിരമായിട്ട് ഡെയിലി വ്യായാമം ചെയ്യുന്ന ഒരാൾ കൂടിയാണ് ഞാൻ. അപ്പോൾ എനിക്ക് കിട്ടിയ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് എനിക്ക് തോന്നിയ ചില കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. ശരീരഭാരം കുറക്കുന്നതിനും ബോഡി സ്ട്രെങ്തൻ ചെയ്യുന്നതിനും അതുപോലെ തന്നെ ശരീരത്തിന് ഫ്ലെക്സിബിലിറ്റി ലഭിക്കുന്നതിനും എന്ന് വേണ്ട ഏറെക്കുറെ എല്ലാ തരത്തിലുള്ള വ്യായാമങ്ങൾ ഞാൻ ഈ ചാനലിലൂടെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ചാനൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ കാര്യം മനസ്സിലാവും. ഫിറ്റ്നസ് എന്ന വാക്ക് കേൾക്കുമ്പോൾ സാധാരണ എല്ലാവരുടെയും മനസ്സിലേക്ക് ഓടിയെത്തുന്ന ഒരു ചിത്രം ഒത്തിരി മസിലുകളും നല്ല മാസും ഒക്കെ ഉള്ള വളരെ സ്ട്രെങ്തൻ ആയിട്ടുള്ള ഒരു രൂപമായിരിക്കും. അത് ചിലപ്പോൾ നമ്മൾ ഇഷ്ടപ്പെടുന്ന സെലിബ്രിറ്റീസിൻ്റെയോ അതല്ലെങ്കിൽ സ്പോർട്സ് താരങ്ങളുടെയോ അതുപോലെ അല്ലെങ്കിൽ ബോഡി ബിൽഡർമാർ നല്ല പ്രൊഫഷണൽ ആയിട്ടുള്ള ബോഡി ബിൽഡർമാരെയോ ആ ഒരു ചിത്രങ്ങളൊക്കെ ആയിരിക്കും നമ്മളുടെ ഒരു ഉള്ളിലേക്ക് ഓടിയെത്തുന്നത്. അതും ഫിറ്റ്നസ് തന്നെയാണ്. കാരണം അതുപോലൊരു ബോഡി നിർമ്മിച്ചെടുക്കുക എന്നുള്ളത് വളരെ കഷ്ടപ്പാടും ത്യാഗവും ഒക്കെ സഹിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പം അത് എല്ലാവർക്കും സാധിക്കുന്നതുമല്ല. അപ്പൊ അത് ആ ഒരു ലെവലിൽ തന്നെ നമ്മളതിനെ കാണുകയും വേണം. പക്ഷെ ഫിറ്റ്നസ് എന്ന് പറയുന്നത് അത് മാത്രമാണോ? എല്ലാ മനുഷ്യരിലും അവരുടെ ദൈനംദിന ജീവിതത്തിൽ ശരീരത്തിന് നിർവഹിക്കാവുന്ന ധർമ്മം നല്ല രീതിയിൽ കാര്യക്ഷമമായ രീതിയിൽ നിർവഹിക്കാൻ ശരീരത്തിന് സാധിക്കുന്നത് ഒരു തരത്തിൽ ഫിറ്റ്നസ് തന്നെയാണ്. അപ്പൊ ചെറിയൊരു ഉദാഹരണം പറയാം. നിങ്ങൾ ഏതെങ്കിലും ഒരു ഫംഗ്ഷന് നല്ല രീതിയിൽ ഡ്രസ്സൊക്കെ ധരിച്ച് പോവുകയാണെന്ന് വിചാരിക്കുക. നിങ്ങൾ ജസ്റ്റ് പോകുന്ന സമയത്ത് നിങ്ങൾ പോകുന്ന വഴിയിൽ ഒരു ചെറിയ വഴിയിലൂടെ പോവുകയാണെങ്കിൽ ആ വഴിയിൽ കുറച്ച് ഭാഗത്ത് ഒരു ചെളി അല്ലെങ്കിൽ ചെളിവെള്ളം കെട്ടിക്കിടക്കുന്നു എന്ന് വിചാരിക്കുക. അപ്പൊ നിങ്ങൾ അതിലൂടെ നടന്നു പോവുകയാണ്. അപ്പൊ നിങ്ങൾക്ക് അത് കവർ ചെയ്യണമെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ ഷൂസ് ആയിരിക്കും ധരിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ നല്ല വില കൂടിയ ഒരു ചെരുപ്പായിരിക്കും. അപ്പൊ അതിലൊക്കെ അഴുക്കാകുക എന്നുള്ളത് നിങ്ങൾക്ക് വളരെ നമുക്ക് സങ്കടമുള്ള ഒരു കാര്യമാണ്. അപ്പൊ നമുക്ക് എങ്ങനെ ഒരു അപ്പുറത്തേക്ക് കടക്കാം? അപ്പൊ നിങ്ങളുടെ മനസ്സിൽ തോന്നിയ ഒരു ആഗ്രഹം 1-2 സ്റ്റെപ്പ് ബാക്കിലേക്കൊന്ന് നീങ്ങിയിട്ട് ഓടി വന്ന് ചാടിക്കടക്കാം. ആ മനസ്സിലെ ഒരു ആഗ്രഹമാണ്. അപ്പൊ അങ്ങനെ കടന്നാൽ നമ്മുടെ ശരീരം അല്ലെങ്കിൽ കാലിലേക്കൊന്നും ചെളിയാവാതെ നമ്മളെ ഡ്രസ്സ് അഴുക്കാവാതെ നമ്മൾക്ക് അപ്പുറത്തേക്ക് എത്താം. പക്ഷെ നമുക്കത് ഫിസിക്കലായിട്ട് നമുക്കത് ചെയ്യാൻ സാധിക്കുമെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ സാധിക്കുമെങ്കിൽ അതൊരു ഫിറ്റ്നസ് തന്നെയാണ്. അതുപോലെ തന്നെ സംഭവിക്കാൻ സാധ്യതയുള്ള മറ്റൊരു ഉദാഹരണം പറയാം. നമ്മളിങ്ങനെ റോഡിലൂടെ നടന്നു പോകുന്ന സമയത്ത് ഇതൊക്കെ ആർക്കും സംഭവിക്കാവുന്ന കാര്യങ്ങളാട്ടോ. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ എല്ലാവർക്കും ഏതെങ്കിലും ഒരു സമയത്ത് സംഭവിക്കാവുന്ന ചെറിയ ചെറിയ കാര്യങ്ങളാണ്. അപ്പൊ ജസ്റ്റ് നിങ്ങളൊന്ന് നടന്നു പോകുന്ന സമയത്ത് നിങ്ങളുടെ ഒരു തെരുവ് നായ നിങ്ങളെ ഓടിച്ചിട്ടു ആക്രമിക്കാൻ വരുന്നെന്ന് വിചാരിക്കുക. നിങ്ങൾ ചുറ്റും നോക്കും, എങ്ങോട്ട് രക്ഷപ്പെടുമെന്ന് നോക്കും. അപ്പൊ നായ കടിക്കും. അപ്പൊ നിങ്ങൾ കാണുന്ന പെട്ടെന്ന് ഒരു മതിലോ അല്ലെങ്കിൽ ഒരു മരമോ കണ്ടു. അപ്പൊ മനസ്സിൽ തോന്നുന്നു അതിലേക്കൊന്ന് ഓടിക്കയറാൻ സാധിച്ചില്ലെങ്കിൽ അല്ലെങ്കിൽ ആ മതിലിന്റെ പുറത്തേക്ക് എങ്ങനെയെങ്കിലും ഒന്ന് എത്തിപ്പെടാൻ സാധിച്ചെങ്കിൽ എന്നെ നായ ആക്രമിക്കില്ലായിരുന്നു. അപ്പൊ നമുക്ക് അതിന് സാധിച്ചാൽ മതിലിന് മുകളിലേക്ക് ഒന്ന് ചാടി കയറാൻ അല്ലെങ്കിൽ ആ ഒരു മരത്തിലേക്കൊന്ന് അള്ളിപ്പിടിച്ച് കയറാൻ സാധിച്ചിരുന്നെങ്കിൽ അത് നമ്മുടെ ഒരു ഫിറ്റ്നസ് തന്നെയാണ്. അല്പം പ്രായമായി വരുന്ന ആളുകളിലും മുതിർന്ന ആളുകളിലൊക്കെ ഉള്ള ഒരു ചിന്തയും ഇത്തരത്തിൽ തന്നെയാണ്. അവരുടെ ദൈനംദിന ജീവിതത്തിൽ എങ്ങനെയും മറ്റുള്ളവരെ പരമാവധി ആശ്രയിക്കാതെ അല്ലെങ്കിൽ ബുദ്ധിമുട്ടിക്കാതെ എങ്ങനെ അവരുടെ ദൈനംദിന കാര്യങ്ങൾ നടത്തിക്കൊണ്ടുപോകാം എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അത്യാവശ്യം വീട്ടിലൊക്കെ തന്നെയാണെങ്കിൽ ഒന്ന് നടക്കുക, പുറത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങുക, അതുപോലെ തന്നെ ആരാധനാലയങ്ങളിലൊക്കെ പോവുക. അങ്ങനെ അവർക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ ജീവിച്ചിരിക്കോളും പരസഹായമില്ലാതെ ചെയ്യാൻ കഴിയുക. അതൊക്കെ ഒരു ഫിറ്റ്നസിന്റെ ഒരു ഭാഗം തന്നെയാണ്. ചിട്ടയായ ഒരു ലൈഫ് സ്റ്റൈലിലൂടെ നമ്മുടെ ശാരീരികവും മാനസികവുമായിട്ടുള്ള ആരോഗ്യം കൊണ്ടുവരാൻ നമുക്ക് സാധിക്കും. നമ്മൾ അതിനൊന്ന് മനസ്സ് വെച്ചാൽ മാത്രം മതി. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഫിറ്റ്നസ് എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് തെളിയുന്ന ആ ചിത്രങ്ങളൊക്കെ മാറ്റിവെച്ച് നമുക്ക് എന്താണോ ആവശ്യം, നമ്മുടെ ശരീരത്തിന് ഏതാണോ ചേരുന്നത്, നമ്മൾ ആ ഒരു രീതിയിൽ നമ്മളെ വർക്കൗട്ടും ദിനചര്യകളും കൊണ്ടുപോയാൽ തന്നെ നമ്മളുടെ ആ ഒരു ഫിസിക്കൽ ലെവൽ അല്ലെങ്കിൽ നമ്മുടെ ഒരു ശാരീരിക മികവ് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കും. അപ്പൊ അതിനാവശ്യം നമ്മളുടെ ശരീരഘടന ഏതാണെന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അപ്പം മനുഷ്യന് 3 രീതിയിലുള്ള ശരീരഘടനകളാണ് ഉള്ളത്. അപ്പം നമ്മൾ ഓരോരുത്തരും അതിൽ ഏത് വിഭാഗത്തിൽ പെടുന്നു എന്ന് അറിഞ്ഞുകൊണ്ട് വേണം നമ്മൾ ഈ വർക്കൗട്ടും അതുപോലെ തന്നെ ഡയറ്റ് പ്രോഗ്രാമോ നമ്മുടെ ഫിറ്റ്നസ് ലൈഫൊക്കെ മുന്നോട്ട് കൊണ്ടുപോകും. അതേക്കുറിച്ച് നമുക്ക് അടുത്ത വീഡിയോയിൽ ചർച്ച ചെയ്യാം. ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും അറിവുകളും നിങ്ങൾ ഈ വീഡിയോയ്ക്ക് താഴെ ഒന്ന് കമന്റ് ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നത് വരെ ബൈ.